PSC വോയ്സിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 പാരീസ് ഒളിമ്പിക്സ് ആണ്. പാരീസ് ഒളിമ്പിക്സ് 2024. 2024 പാരീസിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിന്റെ 33ാമത് എഡിഷനാണ്. 1900-ലും 1924, 2024 എന്നീ വർഷങ്ങളിൽ പാരീസ് ആയിരുന്നു ഒളിമ്പിക്സിന്റെ വേദി. അപ്പോൾ പാരീസ് എത്ര തവണ ഒളിമ്പിക്സിന്റെ വേദിയായിട്ടുണ്ട്? 3 തവണ വേദിയായിട്ടുണ്ട്. 1900, 1924, 2024. 1900 എന്നീ വർഷത്തിലാണ് ഇന്ത്യ ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്തത് 1900 പാരീസിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ് ആണ്. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നമാണ് ദ ഫ്രൈജേഴ്സ്. കണ്ടോ, തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുന്ന ഒരു മാസ്കോട്ട് കണ്ടോ? ഇതാണ് 2024 ഭാഗ്യചിഹ്നം, ദ ഫ്രൈജേഴ്സ്. ആപ്തവാക്യം എന്താണെന്ന് ചോദിച്ചാൽ ഗെയിംസ് വൈഡ് ഓപ്പൺ. ആപ്തവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ. 2024 പാരീസ് ഒളിമ്പിക്സ് ആരംഭിച്ചത് 2024 ജൂലൈ 26. മറക്കരുത്, 2024 ഒളിമ്പിക്സിന്റെ വേദി പാരീസ് ആണ്. 3ാം തവണയാണ് പാരീസ് വേദിയാകുന്നത്. 33ാമത്തെ ഒളിമ്പിക്സ് എഡിഷനാണ് 2024 നടന്നത്. ഭാഗ്യചിഹ്നം ദ ഫ്രൈജേഴ്സ്, ആപ്തവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ. ആരംഭിച്ചത് ജൂലൈ 26. ഉദ്ഘാടനം നിർവഹിച്ചത് ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ആണ്. ഉദ്ഘാടനം നിർവഹിച്ചത് ഇമ്മാനുവൽ മാക്രോൺ. ദീപമേന്തിയത് അല്ലെങ്കിൽ ടോർച്ച് ബെയറേഴ്സ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ മേരി ജോസ് പെരക്കും ടെഡി റൈനറുമാണ്. കായിക താരങ്ങളായ മേരി ജോസ് പെരക്, ടെഡി റൈനർ എന്നിവരാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ ടോർച്ച് ബെയറേഴ്സ് ആയിരുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് PV സിന്ധുവും ശരത് കമാൽ അജന്തയുമാണ്. ബാഡ്മിന്റൺ താരമായ PV സിന്ധുവും ടേബിൾ ടെന്നീസ് താരമായ ശരത് കമാൽ അജന്തയും ചേർന്നാണ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത്. സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ഷൂട്ടിംഗ് താരമായ മനു ഭാക്കറും നമ്മുടെ ഹോക്കി താരം PR ശ്രീജേഷുമാണ്. മാറിപ്പോകരുത്, ഉദ്ഘാടന ചടങ്ങിൽ പതാക ഏന്തിയത് PV സിന്ധുവും ശരത് കമാൽ അജന്തയുമാണ്. സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് മനു ഭാക്കറും PR ശ്രീജേഷുമാണ്. 206 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. ഇതിൽ ബെലാറസ്, റഷ്യ എന്നീ രാജ്യങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയായിരുന്നു. റഷ്യ യുക്രൈൻ വാറുമായിട്ട് ബന്ധപ്പെട്ടാണ് അത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയത്. അവരെ ഒഴിവാക്കി 206 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. ഇന്ത്യയിൽ നിന്നും എത്ര കായിക താരങ്ങൾ പങ്കെടുത്തു എന്ന് ചോദിച്ചാൽ 117 കായിക താരങ്ങളാണ് പങ്കെടുത്തത്. ഇതിൽ ഏറ്റവും കൂടുതൽ കായിക താരങ്ങൾ ഹരിയാനയിൽ നിന്നുമായിരുന്നു. കേരളത്തിൽ നിന്ന് 7 പേരാണ് പങ്കെടുത്തത്. അപ്പം പാരീസ് ഒളിമ്പിക്സിൽ 117 കായിക താരങ്ങൾ ഇന്ത്യയിൽ നിന്നും ഉണ്ടായിരുന്നു. അതിൽ 7 പേർ മലയാളികളാണ്. ആ 7 മലയാളികൾ ആരൊക്കെയാണെന്ന് നോക്കാം. PR ശ്രീജേഷ് മലയാളിയും ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പറൊക്കെയായ PR ശ്രീജേഷ്, മുഹമ്മദ് അനാസ് യാഹിയ, HS പ്രണോയ്, അത്ലറ്റ് മുഹമ്മദ് അജ്മൽ, അബ്ദുള്ള അബൂബക്കർ, അമോജ് ജേക്കബ്, മിജോ ചാക്കോ കുര്യൻ എന്നിവരാണ് കേരളത്തിൽ നിന്നും പങ്കെടുത്ത അത്ലറ്റ്സ്. അപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിൽ 7 മലയാളികൾ ഉണ്ടായിരുന്നു. അതിൽ ഹോക്കി താരമായ PR ശ്രീജേഷും ബാഡ്മിന്റൺ താരമായ HS പ്രണോയും ഉണ്ടായിരുന്നു. പിന്നെ അത്ലറ്റ്സായ മുഹമ്മദ് അനാസ് യാഹിയ, മുഹമ്മദ് അജ്മൽ, അബ്ദുള്ള അബൂബക്കർ, അമോജ് ജേക്കബ്, മിജോ ചാക്കോ കുര്യൻ എന്നിവർ ഉണ്ടായിരുന്നു. മറന്നു പോകരുത്, നോക്കി വെച്ചോണം. അടുത്തത് മെഡൽ നേട്ടമാണ് പറയാൻ പോകുന്നത്. 1ാം സ്ഥാനത്തെത്തിയത് അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് 4 സ്വർണവും 44 വെള്ളിയും 42 വെങ്കലവും ചേർത്ത് 126 മെഡലുകളാണ് ലഭിച്ചത്. എത്ര സ്വർണം ഉണ്ടായിരുന്നു? 40 സ്വർണവും 44 വെള്ളിയും 42 വെങ്കലവും ചേർത്ത് 126 മെഡലുകളോടെ 1ാം സ്ഥാനത്തെത്തിയത് അമേരിക്കയാണ്. ചൈനയ്ക്കും 40 സ്വർണ്ണ മെഡൽ തന്നെയുണ്ട്. പക്ഷെ വെള്ളിയും ബ്രോൺസും വെച്ച് കുറഞ്ഞുപോയി. 27 വെള്ളിയും 24 വെങ്കലവും ചേർത്ത് 91 മെഡലാണ് ചൈനയ്ക്ക് ലഭിച്ചത്. ഈ 40 മെഡലിന്റെ കണക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അമേരിക്കയ്ക്കും ചൈനയ്ക്കും പാരീസ് ഒളിമ്പിക്സിൽ 40 സ്വർണ്ണ മെഡലാണ് കിട്ടിയത്, മറക്കരുത്. 1ാം സ്ഥാനത്തെത്തിയത് അമേരിക്കയും 2ാം സ്ഥാനത്ത് ചൈനയും 3ാം സ്ഥാനത്ത് ജപ്പാനുമാണ്. 1ാം സ്ഥാനം അമേരിക്ക, 2ാം സ്ഥാനം ചൈന, 3ാം സ്ഥാനം ജപ്പാൻ. ആതിഥേയ രാജ്യമായ ഫ്രാൻസ് 5ാം സ്ഥാനത്താണ് എത്തിയത് കേട്ടോ. 64 മെഡലുകളോടുകൂടി 5ാം സ്ഥാനത്താണ് ഫ്രാൻസ് എത്തിയത്. ഇന്ത്യയുടെ സ്ഥാനം 71 ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 71. ഒരു 7ന്റെ കണക്കുണ്ടല്ലേ. ഇന്ത്യയിൽ നിന്നും പങ്കെടുത്ത കായിക താരങ്ങൾ 117. കേരളത്തിൽ നിന്നും പങ്കെടുത്ത കായിക താരങ്ങൾ 7. ഇന്ത്യയുടെ സ്ഥാനം 71. ഇന്ത്യക്ക് സ്വർണ്ണ മെഡലുകളൊന്നും നേടാൻ സാധിച്ചില്ല എങ്കിലും 1 വെള്ളി മെഡലും 5 വെങ്കല മെഡലും ചേർത്ത് 6 മെഡലുകളാണ് ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ 1 വെള്ളിയും 5 വെങ്കലവും ചേർത്ത് 6 മെഡലുകളോടെ ഇന്ത്യ 71ാം സ്ഥാനം നേടി. അത്ലറ്റിക്സ് ജാവലിൻ ത്രോ
ജാവലിൻ ത്രോയിൽ ഇത്തവണ സ്വർണം നേടിയത് അർഷാദ് നദീമാണ്. പാകിസ്ഥാന്റെ താരമായ അർഷാദ് നദീം 92.97 മീറ്റർ എറിഞ്ഞുകൊണ്ട് ജാവലിൻ ത്രോയിൽ സ്വർണം നേടി. നമ്മുടെ നീരജ് ചോപ്രയ്ക്ക് ഇത്തവണ വെള്ളിയാണ്. അപ്പം ഇന്ത്യക്ക് ലഭിച്ച ആ ഒരു വെള്ളി മെഡൽ ആരുടെയാണ്? നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ നേടിയ വെള്ളി മെഡലാണ്. 89.45 മീറ്റർ ആണ് നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞത്. അപ്പം മറക്കരുത്, ഇന്ത്യക്ക് ഒരു വെള്ളിയും 5 വെങ്കലവും ചേർത്ത് 6 മെഡലാണ് അല്ലേ. ആ ഒരു വെള്ളി ആരുടെയാണ്? നീരജ് ചോപ്ര ജാവലിൻ ത്രോയ്ക്ക് നേടിയ ആ ഒരു വെള്ളി മെഡലാണ്. അപ്പൊ ഇനി വെങ്കല മെഡൽ 5 ഉണ്ടല്ലേ, അത് ആരൊക്കെയാണ് തന്നെ നോക്കാം. മനു ഭാക്കർ ഷൂട്ടിംഗ് വുമൺ 10 മീറ്റർ എയർ പിസ്റ്റൽ, വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റലിലാണ് മനു ഭാക്കറിന് വെങ്കല മെഡൽ ലഭിച്ചത്. അതുപോലെ തന്നെ മനു ഭാക്കറും സരബ്ജോത് സിംഗും ചേർന്ന് ഷൂട്ടിംഗ് മിക്സഡിലും 10 മീറ്റർ എയർ പിസ്റ്റൽ ടീമിൽ വെങ്കല മെഡൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ മനു ഭാക്കറിന് എത്ര മെഡൽ കിട്ടി? 2 മെഡൽ കിട്ടി അല്ലേ. ഒന്ന് വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റലിലും പിന്നെ മിക്സഡ് വിഭാഗത്തിൽ നടന്ന 10 മീറ്റർ എയർ പിസ്റ്റലിലും മനു ഭാക്കറിന് വെങ്കല മെഡൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ വനിതാ ഷൂട്ടിംഗ് താരം, അല്ലെങ്കിൽ ഒറ്റ ഒളിമ്പിക്സിൽ തന്നെ 2 മെഡൽ നേടുന്ന ഇന്ത്യൻ താരം എന്നൊക്കെ ചോദിച്ചാൽ അത് ആരാണ്? മനു ഭാക്കർ ആണ്. അപ്പൊ മനു ഭാക്കറിന് വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റലിലും മിക്സഡ് 10 മീറ്റർ എയർ പിസ്റ്റലിലും വെങ്കല മെഡൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ മനു ഭാക്കറിനോടൊപ്പം മിക്സഡിൽ ഉണ്ടായിരുന്നത് സരബ്ജോത് സിംഗ് ആണ്. അടുത്തത് സ്വപ്നിൽ കുസാലെ ഷൂട്ടിംഗ് മെൻസ് 15 മീറ്റർ റൈഫിൾ ആണ്. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിളിലാണ് സ്വപ്നിൽ കുസാലയ്ക്ക് വെങ്കല മെഡൽ ലഭിച്ചത്. അടുത്തത് നമ്മുടെ ഇന്ത്യൻ ഹോക്കി ടീമിന് വെങ്കല മെഡൽ ഉണ്ടായിരുന്നു കേട്ടോ. ഹോക്കി ടീമിന് വെങ്കല മെഡൽ ഉണ്ടായിരുന്നു. 2020 നടന്ന ടോക്കിയോ ഒളിമ്പിക്സിലും ഹോക്കിയിൽ നമുക്കൊരു വെങ്കല മെഡൽ ഉണ്ടായിരുന്നു. 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിലും നമുക്ക് വെങ്കല മെഡലാണ് കിട്ടിയിട്ടുള്ളത്. അടുത്തത് റെസ്ലിംഗ് 57 കിലോഗ്രാം മെൻസ് ഫ്രീ സ്റ്റൈലില് അമൻ ഷെറാവത്ത്. അപ്പൊ ആർക്കൊക്കെയാണ് വെങ്കല മെഡൽ ലഭിച്ചത്? മനു ഭാക്കർ, പിന്നെ മനു ഭാക്കറും സരബ്ജോത് സിംഗും ചേർന്ന മിക്സഡ് 10 മീറ്റർ എയർ പിസ്റ്റലിലും നമുക്ക് വെങ്കലം കിട്ടി. ഷൂട്ടിങ്ങില് സ്വപ്നിൽ കുസാലെ, ഹോക്കി ഇന്ത്യൻ ഹോക്കി ടീമിന് വെങ്കല മെഡൽ ഉണ്ടായിരുന്നു. പിന്നെ റെസ്ലിംഗില് അമൻ ഷെറാവത്ത്. ഈ 5 വെങ്കല മെഡലും നമ്മുടെ നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ നേടിയ വെള്ളി മെഡലും കൂടെ ചേർത്ത് ഇന്ത്യക്ക് മൊത്തം 6 മെഡലുകളാണ് കിട്ടിയിട്ടുള്ളത്. 5+1 6 മെഡലാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി പുരുഷ ഹോക്കി ആൻഡ് വനിതകളുടെ ഹോക്കിയിൽ 2ലും ജേതാക്കളായത് നെതർലാൻഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ഹോക്കി എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ വേണ്ട, അത് മെൻസ് ഹോക്കി ആണെങ്കിലും വുമൻസ് ഹോക്കി ആണെങ്കിലും അത് നെതർലാൻഡ്സിലാണ് കിട്ടിയിട്ടുള്ളത്. മറന്നു പോകരുത്, ഇന്ത്യക്ക് വെങ്കല മെഡൽ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഹോക്കി ടീമിന് വെങ്കല മെഡൽ ഉണ്ടായിരുന്നു, മറക്കരുത്. അപ്പോൾ പുരുഷന്മാരുടെ ഹോക്കിയിൽ ഒന്നാമതെത്തിയത് നെതർലാൻഡ്സ് ആണ്, വനിതകളുടെ ഹോക്കിയിലും ഒന്നാമതെത്തിയത് നെതർലാൻഡ്സ് ആണ്. ഫുട്ബോൾ മെൻസ് ഫുട്ബോൾ ആണെങ്കിൽ സ്പെയിൻ, വനിതകളുടെ ഫുട്ബോൾ ആണെങ്കിൽ അമേരിക്ക. മറന്നു പോകരുത്, ഹോക്കി ആണെങ്കിൽ നെതർലൻഡ് മാത്രം ഓർത്തു വെക്കുക. ഫുട്ബോൾ ആണെങ്കിൽ പുരുഷന്മാരുടെ ഫുട്ബോളിൽ സ്പെയിനും വനിതകളുടെ ഫുട്ബോൾ മത്സരത്തിൽ അമേരിക്കയുമാണ് 1ാം സ്ഥാനത്തെത്തിയത്. അടുത്തത് മെൻസ് ടെന്നീസ് സിംഗിൾസ്. ടെന്നീസ് സിംഗിൾസിൽ നൊവാക് ജോക്കോവിച്ചിനാണ് സ്വർണം ലഭിച്ചത്. മെൻസ് ടെന്നീസ് ആണെങ്കിൽ അതിൽ നൊവാക് ജോക്കോവിച്ചിനാണ് സ്വർണ്ണ മെഡൽ കിട്ടിയത്. വനിതകളുടെ ടെന്നീസ് സിംഗിൾസ് ആണെങ്കിൽ ഷെൻ ക്യുൻവനിനാണ് സ്വർണം കിട്ടിയത്. മറന്നു പോകരുത്, ഇപ്പം നമ്മൾ ടെന്നീസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പുരുഷന്മാരുടെ ടെന്നീസിൽ നൊവാക് ജോക്കോവിച്ചും വനിതകളുടെ ടെന്നീസ് മത്സരത്തിൽ ഷെൻ ക്യുൻവനിനുമാണ് സ്വർണം കിട്ടിയത്. നമുക്കൊന്ന് റിവൈസ് ചെയ്താലോ? ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് എത്ര മെഡൽ കിട്ടി? 6 മെഡൽ കിട്ടി. അതിലൊന്ന് ഒരു വെള്ളി മെഡലാണ്, അത് നീരജ് ചോപ്ര നേടിത്തന്നു. പിന്നെ 5 വെങ്കല മെഡലുണ്ട്. മനു ഭാക്കറും സരബ്ജോത് സിംഗും ചേർന്ന് സ്വപ്നിൽ കുസാലെ, പിന്നെ ഇന്ത്യയുടെ ഹോക്കി ടീം അമൻ ഷെറാവത്ത്. അപ്പോൾ 5 1 ചേർത്ത് 6 മെഡൽ ഇന്ത്യക്ക് കിട്ടി. ഇനി ഹോക്കിയിൽ അത് പുരുഷന്മാരുടെ ആണെങ്കിലും വനിതകളുടെ ആണെങ്കിലും ജേതാക്കളായത് നെതർലൻഡ് ആണ്. ഫുട്ബോൾ വരുമ്പോൾ പുരുഷന്മാരുടെ ഫുട്ബോൾ ആണെങ്കിൽ സ്പെയിനും വനിതകളുടെ ഫുട്ബോൾ ആണെങ്കിൽ അമേരിക്കയുമാണ്. അടുത്തത് ടെന്നീസ് പറഞ്ഞപ്പോൾ അവിടെ മെൻസ് ടെന്നീസ് സിംഗിൾ ആണെങ്കിൽ നൊവാക് ജോക്കോവിച്ചും വുമൺ ടെന്നീസ് സിംഗിൾസ് ആണെങ്കിൽ ഷെൻ ക്യുൻവനുമാണ്. അടുത്തത് ബാഡ്മിൻ്റൺ. ടെന്നീസും ബാഡ്മിൻ്റണും മാറിപ്പോകരുത്. ബാഡ്മിൻ്റൺ ആണെങ്കിൽ വിക്ടർ അക്സൽസെന്നിനും ഇനി വനിതകളുടെ ആണെങ്കിൽ അൻസെ യങ്ങിനുമാണ് കിട്ടിയത്. വിക്ടർ അക്സൽസൺ, വനിതകളുടെ ആണെങ്കിൽ അൻസെ യങ്. മറന്നു പോകരുത്, ടെന്നീസ് ആർക്കൊക്കെയായിരുന്നു? നൊവാക് ജോക്കോവിച്ചിനും ഷെൻ ക്യുൻവനിനുമാണ്. ബാഡ്മിൻ്റൺ ആർക്കാണെന്ന് ചോദിച്ചാൽ വിക്ടർ അക്സൽസെന്നിനും ആൻസെ യങ്ങിനുമാണ്. ഒരേ ഇനത്തിൽ തുടർച്ചയായി 5 ഒളിമ്പിക്സിൽ സ്വർണം നേടിയ വ്യക്തിയാണ് മിഹിയൻ ലോപ്പസ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ.
ഒരേ ഇനത്തിൽ തന്നെ തുടർച്ചയായി 5 ഒളിമ്പിക്സിലും സ്വർണം നേടിയ വ്യക്തിയാണ് മിഹിയൻ ലോപ്പസ്. ഗ്രൂ റോമൻ 130 കിലോഗ്രാം വിഭാഗത്തിലാണ് മിഹിയാൻ ലോപ്പസിന് സ്വർണ്ണ മെഡൽ ലഭിച്ചത്. അപ്പോൾ ഒരേ ഇനത്തിൽ തുടർച്ചയായി 5 ഒളിമ്പിക്സിൽ സ്വർണം നേടിയ വ്യക്തി മിഹിയാൻ ലോപ്പസ്. അടുത്തത് അത്ലറ്റിക്സ് 100 മീറ്റർ ഓട്ടത്തിൽ നോഹ ലൈൽസ് ആണ് കേട്ടോടാ. നോഹ ലൈൽസ് ആണ് ഒന്നാം സ്ഥാനത്തെത്തിയത്. 9.78 സെക്കൻഡിലാണ് ഒന്നാം സ്ഥാനത്തെത്തിയത്. രണ്ടാം സ്ഥാനം തൊട്ടു പുറകെ കിഷെയ്ൻ തോംസൺ ഉണ്ട്, 9.789 സെക്കൻഡ്. അപ്പം 0.005 സെക്കൻഡിനാണ് നോഹ ലൈൽസ് ഒന്നാം സ്ഥാനത്തെത്തിയത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത്ലറ്റിക്സ് 100 മീറ്റർ ഓട്ടത്തിൽ ഒന്നാം സ്ഥാനമെത്തിയത് നോഹ ലൈൽസ് ആണ്. 0.005 സെക്കൻഡിന്റെ ലീഡിനാണ് ഒന്നാം സ്ഥാനത്തെത്തിയത്. രണ്ടാം സ്ഥാനം കിഷെയ്ൻ തോംസണുമാണ്. ഇനി വനിതകളുടെ 100 മീറ്റർ ഓട്ടത്തിലാണെങ്കിൽ അത് ജൂലിയൻ ആൽഫ്രഡ് ആണ്. വനിതകളുടെ 100 മീറ്റർ ഓട്ടത്തിൽ ജൂലിയൻ ആൽഫ്രഡ് 10.72 സെക്കൻഡ് കൊണ്ടാണ് 100 മീറ്റർ കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, ഒന്ന് റിവൈസ് ചെയ്യാം. ഹോക്കി ആണെങ്കിൽ നെതർലൻഡ് മാത്രം ഓർക്കുക. പിന്നെ ഇന്ത്യൻ ഹോക്കി ടീമിന് വെങ്കലം ഉണ്ടായിരുന്നെന്ന് ഓർക്കുക. ഫുട്ബോളിൽ പുരുഷന്മാരുടെ ഫുട്ബോൾ ആണെങ്കിൽ സ്പെയിൻ, വനിതകളുടെ ആണെങ്കിൽ അമേരിക്ക. പിന്നെ നമ്മൾ ടെന്നീസ് പഠിച്ചു. ടെന്നീസ് ആണെങ്കിൽ നൊവാക് ജോക്കോവിച്ചിനെയും ഷെൻ ക്യുൻവെനിനെയും ഓർക്കുക. ബാഡ്മിന്റൺ ആണെങ്കിൽ വിക്ടർ അക്സൽസെന്നിനെയും ആൻസെ യെങ്ങിനെയും ഓർക്കുക. ഒരേ ഇനത്തിൽ തുടർച്ചയായി 5 ഒളിമ്പിക്സിൽ സ്വർണം നേടിയ വ്യക്തി മിഹിയൻ ലോപ്പസ് ആണ്. അത്ലറ്റിക്സിന്റെ 100 മീറ്റർ ഓട്ടത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് നോഹ ലൈൽസ് ആണ്. വനിതകളുടെ 100 മീറ്റർ ഓട്ടത്തിൽ ജൂലിയൻ ആൽഫ്രഡുമാണ്. വിനേഷ് ഫോഗട്ട് ഫൈനൽ വരെ എത്തിയെങ്കിലും മത്സരിക്കാനായില്ല. കാരണം ഫൈനൽ മത്സരത്തിന് തൊട്ടു മുൻപ് വെയിറ്റ് പരിശോധിച്ചപ്പോൾ 50 കിലോഗ്രാം വേണ്ടടുത്ത് 100 ഗ്രാം കൂടുതൽ വന്നതുകൊണ്ടാണ് മത്സര യോഗ്യത നഷ്ടപ്പെട്ടത്. ഫൈനലിലെത്തിയിട്ടും മത്സര യോഗ്യത നഷ്ടപ്പെട്ട ഇന്ത്യൻ താരമാണ് വിനേഷ് ഫോഗട്ട്. ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ റെസ്ലർ ടു റീച്ച് ആൻ ഒളിമ്പിക് ഫൈനൽ ഇൻ റെസ്ലിംഗ്. റെസ്ലിംഗിൽ ഫൈനലിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ റെസ്ലറാണ് വിനേഷ് ഫോഗട്ട്. പക്ഷെ 100 ഗ്രാം വെയിറ്റ് കൂടിയത് മൂലം മത്സര യോഗ്യത നഷ്ടപ്പെട്ടു. ആ കാര്യം ഓർത്തു വെച്ചോളുക. അടുത്തത് ഇത് PSC ബുള്ളറ്റിൽ വന്നൊരു പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ചുള്ള കാര്യമാണ്. ഇതിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. എന്താ, ഒളിമ്പിക്സിന്റെ 33-ാം പതിപ്പാണ്. 2024 ജൂലൈ 26 ആരംഭിച്ചത്. എവിടെയാണ് പാരീസിന്റെ ഒളിമ്പിക്സിന്റെ വേദി? പാരീസിലാണ്. ഇന്ത്യയിൽ നിന്നും 117 താരങ്ങൾ പങ്കെടുത്തു. 16 ഇനങ്ങളിലായി 117 താരങ്ങൾ പങ്കെടുത്തു. പാരീസ് ഒളിമ്പിക്സിലെ ആദ്യ സ്വർണം നേടിയത് ചൈനയ്ക്ക് ഷൂട്ടിങ്ങിലാണ്. അത് നമ്മൾ പഠിച്ചില്ല അല്ലേ? പാരീസ് ഒളിമ്പിക്സിലെ ആദ്യത്തെ സ്വർണം ചൈനയ്ക്കാണ് ലഭിച്ചത്, ഷൂട്ടിങ്ങിലാണ്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ ലഭിച്ചത് മനു ഭാക്കറിനാണ്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യത്തെ മെഡൽ ആരാ തന്നത്? മനു ഭാക്കർ ആണ്. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ വെങ്കല മെഡലാണ് ലഭിച്ചത്. ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. അതുപോലെ ഒറ്റ ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ഇന്ത്യൻ താരവും മനു ഭാക്കർ ആണ്. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റലിലും മിക്സഡ് വിഭാഗത്തിൽ നടന്ന 10 മീറ്റർ എയർ പിസ്റ്റലിലും മനു ഭാക്കറിന് വെങ്കല മെഡൽ ഉണ്ടായിരുന്നു. പാരീസ് ഒളിമ്പിക്സിന് ശേഷം അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്ന് വിരമിക്കുമെന്ന് മുൻ ഇന്ത്യൻ നായകനും മലയാളി ഗോൾ കീപ്പറുമായ PR ശ്രീജേഷ് പ്രഖ്യാപിച്ചു. അപ്പൊ പാരീസ് ഒളിമ്പിക്സിലെ ആദ്യത്തെ സ്വർണം ചൈനയ്ക്ക് ഷൂട്ടിങ്ങിലാണ് ലഭിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ മെഡൽ നേടിത്തന്നത് മനു ഭാക്കർ ആണ്. അതൊരു വെങ്കല മെഡലുമാണ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇപ്പോൾ തോമസ് ബാക്ക് ആണ്. ഇന്ത്യൻ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് PT ഉഷയുമാണ്. ഇന്ത്യയുടെ ചെഫ് ഡേ മിഷൻ ആരാണെന്ന് ചോദിച്ചാൽ ഗഗൻ നരംഗ് ആണ് കേട്ടോ. ഈ 3 അപ്പോയിന്റ്മെന്റും ഇമ്പോർട്ടന്റ് ആണ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് തോമസ് ബാക്ക്, ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് PT ഉഷ, ഇന്ത്യസ് ഷെഫ് ഡേ മിഷൻ ഗഗൻ നരംഗ്. മാറിപ്പോരുതേ. 2028 ഇനി ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ലോസ് ഏഞ്ചൽസിലാണ്. 2028 ഒളിമ്പിക്സിന്റെ വേദി ലോസ് ഏഞ്ചൽസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന് ആലോചിച്ച് നോക്കിയേ. 2024 പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ചാണ് പറഞ്ഞത്. 33ാമത്തെ എഡിഷൻ ആണ്. 3ാം തവണയാണ് പാരീസ് വേദിയാകുന്നത്. പിന്നെന്തൊക്കെ പറഞ്ഞു? 2024 ജൂലൈ 26 തുടങ്ങി. അതിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ദ ഫ്രൈജസ് ആണ്. ആപ്തവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നാണ്. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് PV സിന്ധുവും ശരത് കമാൽ അജന്തയുമാണ്. സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് മനു ഭാക്കറും PR ശ്രീജേഷുമാണ്. ദീപമേന്തിയത് ടോർച്ച് ബെയറേഴ്സ് ആയിരുന്നത് മേരി ജോസ് പെരക്കും ടെഡി റൈനറും ചേർന്നിട്ടാണ്. പിന്നെ നമ്മൾ കുറച്ച് അപ്പോയിന്റ്മെന്റ് ഒക്കെ പഠിച്ചായിരുന്നു അല്ലേ. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണെങ്കിൽ തോമസ് ബാക്ക് ആണ്. ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണെങ്കിൽ PT ഉഷയാണ്. പിന്നെ ഇന്ത്യയുടെ ഷെഫ് ഡേ മിഷനായിട്ട് വന്നത് ഗഗൻ നരംഗ് ആണ്. പിന്നെ ഇന്ത്യക്ക് എത്ര മെഡൽ കിട്ടി? 6 മെഡലാണ് കിട്ടിയത്. 1 വെങ്കല മെഡലും
5 വെങ്കല മെഡലും 1 വെള്ളി മെഡലും ചേർത്ത് 71ാം സ്ഥാനമാണ് ഇന്ത്യക്ക് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടി 1ാം സ്ഥാനത്തെത്തിയത് അമേരിക്കയാണ്, 2ാം സ്ഥാനം ചൈനയാണ്, 3ാം സ്ഥാനം ജപ്പാനാണ്, ആതിഥേയ രാജ്യമായ ഫ്രാൻസ് ആണെങ്കിൽ 5ാം സ്ഥാനത്താണ് എത്തിയത്. ഇന്ത്യ 71ാം സ്ഥാനത്ത്. അതിൽ 1 വെള്ളി മെഡൽ നമുക്ക് കിട്ടി. ആ വെള്ളി മെഡൽ നേടിത്തന്നത് നീരജ് ചോപ്ര ജാവലിൻ ത്രോയിലാണ്. 5 വെങ്കല മെഡൽ ആർക്കൊക്കെ കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ മത്സരിക്കാൻ പറ്റാതെ പോയത് ആർക്കാണ്? ഫൈനൽ എത്തിയിട്ടും മത്സര യോഗ്യത നഷ്ടപ്പെട്ടത് വിനേഷ് ഫോഗട്ടിനാണ്. പിന്നെ ഇന്ത്യൻ ഹോക്കി ടീമിന് ഒരു വെങ്കല മെഡൽ ഉണ്ടായിരുന്നു. 2020 ടോക്കിയോ ഒളിമ്പിക്സിലും വെങ്കല മെഡൽ ഉണ്ടായിരുന്നു, മറന്നു പോകരുത്. ഇനി ബാഡ്മിന്റൺ ആർക്കൊക്കെയാണ്? വിക്ടർ അക്സൽസിനും ആൻസെ യങ്ങിനുമാണ്. ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ആരെ ഓർക്കണം? പുരുഷ ഫുട്ബോൾ ടീമാണെങ്കിൽ സ്പെയിൻ, വനിതകളുടെ ഫുട്ബോൾ ആണെങ്കിൽ അമേരിക്ക. ഹോക്കി ആണെങ്കിൽ നെതർലൻഡ്സിനെ മാത്രം ഓർത്താൽ മതി. ഇന്ത്യൻ ഹോക്കി ടീമിന് ഒരു വെങ്കലം ഉണ്ടെന്ന് ഓർത്തു വെക്കണം. ടെന്നീസ് ആണെങ്കിൽ നൊവാക് ജോക്കോവിച്ചിനെയും ഷെൻ ക്വിൻവെലിനെയും ഓർത്തു വെക്കണം. ഓക്കെ, ഇത്രയല്ലേ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്. പിന്നെ ഒരേ ഇനത്തിൽ തുടർച്ചയായി 5 ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ഒരു വ്യക്തിയുടെ പേര് മിഹിയൻ ലോപ്പസ് എന്നാണ്. മിഹിയൻ ലോപ്പസ്. ഓക്കെ, 2028 ഒളിമ്പിക്സിന്റെ വേദി ലോസ് ഏഞ്ചൽസ്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള പോയിന്റുകളെല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, 7 മലയാളികളുടെ പേരും കൂടെ ഓർത്ത് വെക്കണം കേട്ടോ. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത 7 മലയാളികൾ. അപ്പോൾ ക്ലാസ് അവസാനിപ്പിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള എല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന അഡീഷണൽ പോയിന്റ്സ് കമൻറ്റ് ബോക്സുകളുടെ മറ്റു കൂട്ടുകാർക്കും കൂടെ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ എൻ്റെ ക്ലാസ് ആയിട്ട് പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്